ഇന്ന് നമുക്ക് നല്ലൊരു ഉച്ചയൂണ് വീഡിയോ തയ്യാറാക്കാം. എന്റെ അമ്മ കേട്ടോ പാചക വിദഗ്ധ. പയറും ചെറിയ മാങ്ങായും ഒക്കെ കണ്ടപ്പോൾ നല്ലൊരു ഉച്ചയൂണ് ഉണ്ടാക്കാന്ന് അമ്മയ്ക്ക് ഒരു ആലോചന. നല്ല രണ്ട് പഴുത്ത മാങ്ങ നന്നായിട്ട് സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞു വെച്ചു. ശേഷം മെഴുക്ക് വരട്ടിക്ക് അടുപ്പത്ത് വെച്ചു. എന്ത് മെഴുക്ക് വരട്ടിയാ? പയറ്. ഇനി മാങ്ങാക്കറി ഉണ്ടാക്കാൻ ചട്ടി വെച്ചു. വെളിച്ചെണ്ണ കടുകിട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഈ വയന്ന് വരുമ്പോൾ തൈര് കടഞ്ഞു വെക്കണം. ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ ഇതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു വാസന വരും ഇതിന്. തേങ്ങ ഒന്നും അരക്കാത്ത മോരുകറി ആട്ടോ മാങ്ങാക്കറി. ഈ സമയം നമ്മൾ എന്ത് ചെയ്യണം? മെഴുക്കുവരട്ടി കരിയഞ്ഞാലോ നോക്കണ്ടേ? മെഴുക്കുവരട്ടിയിലേക്ക് പോകാം. അവിടെ നല്ല സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് പാകപ്പെടുത്തിയെടുക്കാം നമുക്ക്. ശേഷം എന്തിലേക്ക്? മാങ്ങാക്കറിയിലേക്ക് തൈര് ഒഴിച്ച് നന്നായി ഇളക്കണം. അത് അടിക്ക് പിടിക്കാനോ തിളയ്ക്കാനോ പാടില്ല. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രുചിയുടെ രാജാവായിട്ടുള്ള ഉപ്പിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. ശേഷം പഞ്ചസാര ഇടണം. രുചി എല്ലാം നമുക്ക് പാകപ്പെട്ട് ബാലൻസ് ചെയ്തിട്ട് ചെറിയൊരു അച്ചാർ ഉണ്ടാക്കാം. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായി വഴറ്റി മഞ്ഞളും മുളക് പൊടിയും ഇച്ചിരി ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റണം ഈ കടു പൊട്ടിച്ചതിനകത്തോട്ട്. ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നത്. നെല്ലിക്ക അവിടെ വേവിച്ച് കുരുവൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് വഴറ്റി നന്നായിട്ട് തിളയ്ക്കണം. എന്നിട്ട് നെല്ലിക്ക ഇട്ട് വഴറ്റണം. അപ്പോൾ ഇതാണ് ഉച്ചയൂണ്. നല്ല കുത്തരി ചോറും വറുത്തരച്ച സാമ്പാറും കറി, അതായത് മാങ്ങാക്കറി, പുളിങ്ങ മുട്ട, ഉണക്കമീൻ, മെഴുക്കുവരട്ടി, അച്ചാറൊക്കെ വെച്ച് അടിപൊളി ഒരു ഹെൽത്തി ഊണായിരുന്നു. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.